കളക്കൂട്ടത്ത് വി മുരളീധരൻ ബിജെപിക്ക് വേണ്ടി മൂന്നാമത്തെ സീറ്റ് നേടുന്നു. നിയമസഭയിലേക്ക് വിരിയുകയാണ്. ചാത്തന്നൂരായിരുന്നെങ്കിൽ രണ്ടാമത്, നേമത്താണെങ്കിൽ ഇതാ മൂന്നാമത്. കളക്കൂട്ടത്ത് കൂടി ബിജെപി ജയിക്കുകയാണ്. താമര മൂന്നാമതും വിരിയുന്നു. തിരുവനന്തപുരം ജില്ലയിൽ 2 സീറ്റുകൾ ബിജെപി സ്വന്തമാക്കുന്നു. കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ബിജെപിയുടെ ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ടുള്ള പടയോട്ടം എന്ന് തന്നെ പറയാം. കേരളത്തിൽ താമര വിരിയില്ല, വിരിയിക്കില്ല എന്ന് രാഷ്ട്രീയ എതിരാളികൾ ഒരുപോലെ നിലപാടെടുത്തിരുന്നു. അത് വിരിയാൻ സാധ്യതയുള്ളത് നേമത്താണ് എങ്കിൽ ആ അക്കൗണ്ടും പൂട്ടിച്ചിരിക്കുമെന്ന് ആവർത്തിച്ചിരുന്നു. അവിടെയാണ് തിരുവനന്തപുരത്ത് 2 ഇടങ്ങളിൽ ഇപ്പോൾ ബിജെപി വിജയിച്ചു കയറുന്നത്. നേമത്തിന് പുറത്ത് കഴക്കൂട്ടത്തിലും നേരിയ മാർജിനിൽ വിജയിച്ചു കയറുന്നു വി മുരളീധരൻ എന്നതാണ്. അതിനു പുറമെയാണ് ചാത്തന്നൂർ. ഇതാ 3 ഇടത്ത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ബിജെപിക്ക് അഭിമാനിക്കാവുന്ന നേട്ടം. ഒരുപക്ഷെ UDF അധികാരത്തിലേറുമ്പോൾ അത്ര തന്നെ മികവുള്ള വിജയം എന്ന് പറയാം. അതായത് അംഗബലം എന്നത് 3 ഉയർത്തുന്നു എന്നതാണ്. 0 നിന്ന് 3 ഉയർത്തുന്നു എന്നതാണ്. കേരളത്തിന്റെ നിയമസഭയുടെ പ്രതിപക്ഷ നിരയിലേക്ക് 3 അംഗങ്ങൾ ബിജെപി ടിക്കറ്റിൽ എത്തുന്നു എന്നത് കേരളം പോലെ ഒരു സംസ്ഥാനത്ത്, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിലടക്കം ബിജെപിക്ക് പടർന്നു പന്തലിക്കാൻ സാധിച്ചാലും കേരളം ഇടം നൽകുകയില്ല. അതാണ് കേരളം എന്ന് രാഷ്ട്രീയ എതിരാളികൾ ആവർത്തിക്കുന്നിടത്താണ് ബിജെപി അവരുടെ പടയോട്ടം ആരംഭിക്കുന്നത്. അക്കൗണ്ട് പൂട്ടിച്ചിരുന്നു നേമത്തെ എങ്കിൽ അത് വീണ്ടും തുറന്നു എന്ന് മാത്രവുമല്ല, 2 അക്കൗണ്ടുകൾ കൂടി അധികമായി തുറക്കാനും ബിജെപിക്ക് സാധിച്ചു എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ സവിശേഷത. ബിജെപിക്ക് ഇത് അഭിമാന നിമിഷം തന്നെയാണ്. പ്രത്യേകിച്ച് കേരളത്തിന്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇപ്പോൾ ഭരിക്കുന്നത് ബിജെപിയാണ്. അതോടൊപ്പം തന്നെയാണ് അതേ തലസ്ഥാന ജില്ലയിലെ 2 വളരെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ വിജയക്കൊടി പാറിക്കാൻ ബിജെപിക്ക് സാധിക്കുന്നു. അത് നേമത്തും മറ്റൊന്ന് കഴക്കൂട്ടത്തുമാണ് എങ്കിൽ മറ്റൊരു ജില്ലയിലേക്ക് കൂടി, ചാത്തന്നൂരിലേക്ക് കൂടി വളരാൻ ബിജെപിക്ക് സാധിച്ചു. അതേസമയം ബിജെപി വിജയക്കൊടി പാറിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഇടങ്ങളിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമ്പോഴാണ്, പ്രത്യേകിച്ച് മഞ്ചേശ്വരം 1000-ൽ താഴെ മാത്രം വോട്ടുകൾ നേടിക്കൊണ്ട് കെ സുരേന്ദ്രനെ പോലെയൊരാൾ പരാജയപ്പെട്ടിരുന്ന മഞ്ചേശ്വരത്ത് വലിയ തോൽവി ഏറ്റുവാങ്ങുമ്പോഴാണ് കഴക്കൂട്ടത്ത്, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, അതായത് ശബരിമല എന്നത് വലിയ ആയുധമാക്കി ബിജെപിക്ക് മാറ്റാൻ ഇനി ദേവസ്വം മന്ത്രി, മുൻ ദേവസ്വം മന്ത്രി, 2 ദേവസ്വം മന്ത്രിമാർ, അതായത് വി മുരളീധരന്റെ ഭൂരിപക്ഷമായി പറയുന്നത് 20 വോട്ടുകളാണ്. 20 വോട്ടുകൾക്കാണ് വി മുരളീധരൻ കഴക്കൂട്ടത്ത് ജയം സ്വന്തമാക്കി എന്ന് പറയുന്നത്. സ്വാഭാവികമായും അവിടെ റീകൗണ്ടിങ്ങിനുള്ള സാധ്യത കാണുന്നുണ്ട്. റീകൗണ്ടിങ്ങിന് അപേക്ഷ നൽകാൻ ഉറപ്പായിട്ടും റീകൗണ്ടിങ് വേണമെന്ന് ആവശ്യപ്പെടാൻ LDF തയ്യാറെടുക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. 20 വോട്ടുകൾ മാത്രം, അതാണ് ബിജെപി കഴക്കൂട്ടത്ത് ഭൂരിപക്ഷം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തവണ വ്യക്തമാക്കിയിരുന്നത് ഓരോ റൗണ്ടിലും ഷാർപ്പായി വോട്ട് രേഖപ്പെടുത്തി, അതായത് ഒരു റീകൗണ്ടിങ്ങിനുള്ള അവസരം ഒരുക്കാത്ത തരത്തിൽ എല്ലാ സംശയങ്ങളും തീർത്തുകൊണ്ടായിരിക്കും ഓരോ റൗണ്ടും ഫിനിഷ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം അത് പൂർണ്ണമായും പുറത്തു വരാൻ ഒരുപാട് സമയമെടുക്കും. സാധാരണ നമുക്കറിയാമല്ലോ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലൊക്കെ ഈ സമയമാകുമ്പോഴേക്കും ഒരു സംശയവുമില്ലാത്ത തരത്തിൽ സീറ്റുകളിൽ വ്യക്തത കൈവരും. പക്ഷേ ഇത്തവണ ഇത്രയധികം സമയമെടുത്തിട്ടുള്ളത് കൃത്യതയോടുകൂടി, വ്യക്തതയോടുകൂടിയായിരിക്കും വോട്ടെണ്ണുക എന്നതാണ്. അതുകൊണ്ട് തന്നെ എന്തോ സൂചിപ്പിക്കുന്ന പോലെ റീകൗണ്ടിങ്ങിന് അപേക്ഷ നൽകിയാൽ പോലും അതിൽ വലിയ മാറ്റം ഉണ്ടാകുമോ എന്നതാണ് നമുക്ക് അറിയേണ്ടത്. നേരത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 37 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച MLA ഉണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം എന്നത് കഴക്കൂട്ടത്ത് നിന്ന് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ വി മുരളീധരൻ ആയിരിക്കാം എന്നതാണ് ഇപ്പോൾ. അങ്ങനെ നേമത്ത്, കഴക്കൂട്ടത്ത്, ചാത്തന്നൂരിൽ 3 ഇടത്ത് ബിജെപിക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ സാധിച്ചിരിക്കുന്നു എന്നതാണ് ബിജെപിയുടെ ചരിത്രത്തിലെ ഏറ്റവും മികവാർന്ന വിജയം ആണ് ബിജെപിക്ക് ഇത്തവണ അവകാശപ്പെടാൻ സാധിക്കുന്നത്. 9 A ക്ലാസ് മണ്ഡലങ്ങളിൽ ആയിരുന്നു ബിജെപി ഫോക്കസ് ചെയ്തിരുന്നത്. എക്സിറ്റ് പോളുകളിലടക്കം 0 മുതൽ 3 വരെ എന്നതായിരുന്നു ഭൂരിപക്ഷവും. അത് ചിലപ്പോൾ 5-ലേക്കും 7-ലേക്കുമെല്ലാം ഉയർന്നേക്കാം എന്ന തരത്തിലുമൊക്കെയുള്ള നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ ബിജെപി പ്രതീക്ഷിച്ചിരുന്ന ഒരു മണ്ഡലമാണ് നേമം എന്നതിൽ തർക്കമില്ല. മറ്റൊന്ന് വട്ടിയൂർക്കാവായിരുന്നു, പിന്നീടൊന്ന് കഴക്കൂട്ടമായിരുന്നു. അവിടെയാണ് ചാത്തന്നൂരിൽ കൂടി അപ്രതീക്ഷിതമായി മുന്നേറ്റം നടത്താൻ സാധിക്കുന്നത്. എന്തായാലും 167 വോട്ടിന്റെ ലീഡ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇപ്പോൾ 167 വോട്ടിനാണ് വിജയിച്ചത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.